കുറ്റവാളികൾക്ക് കിട്ടുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനസ്ഥിതി എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമായൊരു മനസ്ഥിതിയാണ് സമൂഹത്തിനുള്ളത്. അത് സമൂഹം എന്ന് പറയുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും പെടുന്നതാണ്. അപ്പോൾ അവിടെ സ്ത്രീ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളൊരു മനോഭാവം ഉണ്ട്. എന്തെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നടന്നാൽ നമ്മൾ ആദ്യം പറയുക ആ സ്ത്രീയുടെ നടപടി എങ്ങനെയായിരുന്നു, അവളുടെ നടപ്പുദോഷമാണോ, അവളുടെ വസ്ത്രധാരണമാണോ, അവളുടെ പെരുമാറ്റമാണോ, ഫാഷനാണോ, ഇതൊക്കെയാണ് ആദ്യം അന്വേഷിക്കുക. കുറ്റവാളിയെ കൊലയാളിയെ നമ്മൾ ഒന്നും പറയില്ല. കാരണം എന്താ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ്. ഒരു പ്രജുഡീസ് എന്ന് വേണമെങ്കിൽ പറയും. പ്രജുഡീസ് എന്ന് പറഞ്ഞാൽ മുൻവിധി. അത് യാതൊരു അടിസ്ഥാന കാരണങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങൾ ഇന്ന ഡ്രസ്സാണ് ധരിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ടേ നോക്കാവൂ, നിങ്ങൾ ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടേറെ മുൻവിധികൾ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ അടിമത്തത്തിന് വശംവദരാകാണ്. അപ്പോൾ കുടുംബത്തിൽ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പ്രാരംഭ സ്കൂൾ എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ അറിവുകളും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയായിരിക്കണം, ഭയങ്കര പ്രശ്നമുണ്ടാകുന്ന ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് സ്കൂളിൽ ചെന്നാലും ഞങ്ങളടക്കം പഠിപ്പിക്കുന്നത് ബാസ്കറ്റ് ബോൾ കളിക്കരുത്, അത് ആൺകുട്ടികൾക്കുള്ളതാണ്, കട്ടിൽ കളിക്കരുത്, ആൺകുട്ടികളുടെയാണ്, നീ ഇരുന്ന് കളിക്കുക. അങ്ങനെ എല്ലായിടത്തു നിന്നും, നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിൽ നിന്നും, കുടുംബം തുടങ്ങി സ്കൂളാവട്ടെ, മതപരമായ മേഖലകളാവട്ടെ, അവിടെ